എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ ക്രിമിനോളജിയിലെ ബ്ലോക്ക് 3യിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി ഇന്ത്യൻ CJS? ഇന്ത്യയിലെ ക്രിമിനൽ CJS എന്നുള്ളതിൻ്റെ ഫുള്ളാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്നാൽ എന്താണ്? അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളും പ്രധാന ലക്ഷ്യങ്ങളും വ്യക്തമാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിയമവാഴ്ച ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങൾ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാനും കുറ്റവാളികളെ പുനരധിവസിപ്പിക്കാനും വേണ്ടി സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയമപരവും സ്ഥാനപരവുമായ ഒരു സംഘടിത സംവിധാനമാണ് ക്രിമിനൽ ജസ്റ്റിസ്. ഇതിന് പ്രധാനമായും പോലീസ്, ജുഡീഷ്യറി, കറക്ഷണൽ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം? നിയമവാഴ്ച ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങൾ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാനും കുറ്റവാളികളെ പുനരധിവസിപ്പിക്കാനും വേണ്ടി സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയമപരവും സ്ഥാനപരവുമായ ഒരു സംഘടിത സംവിധാനമാണ് ക്രിമിനൽ ജസ്റ്റിസ്. ഇതിന് പ്രധാനമായും പോലീസ്, ജുഡീഷ്യറി, കറക്ഷണൽ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ആണ് വാട്ട് ഈസ് ദി ഇന്ത്യൻ CJS എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി 3 ന്യൂ ലീഗൽ കോഡ്സ് ദാറ്റ് ഹാവ് റീഫോംഡ് ഇന്ത്യാസ് ക്രിമിനൽ ലോസ്? എക്സ്പ്ലെയിൻ ദെയർ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് നിലവിൽ വന്ന 3 പുതിയ നിയമസംഹിതകൾ ഏവ? അവയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ നിയമസംഹിതയാണ് ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡ് 1860 പകരം നിലവിൽ വന്ന നിയമമാണിത്. കുറ്റകൃത്യങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും അവയ്ക്കുള്ള ശിക്ഷകൾ നിശ്ചയിക്കുകയും ചെയ്യുക, അതുവഴി സമൂഹത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് നൽകുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്നുള്ളതാണ് ഈ ഒരു നിയമസംഹിത. ഫസ്റ്റത്തത് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി നിലവിൽ വന്ന നിയമമാണിത്. കുറ്റകൃത്യങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും അവയ്ക്കുള്ള ശിക്ഷകൾ നിശ്ചയിക്കുകയും ചെയ്യുക, അതുവഴി സമൂഹത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് നൽകുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ നടപടിക്രമ നിയമം 1973 പകരമായി നിലവിൽ വന്ന നിയമമാണിത്. ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൻ്റെ അന്വേഷണം മുതൽ വിചാരണയും ശിക്ഷാവിധി നടപ്പാക്കലും വരെ നീതിയുക്തവും ചിട്ടയായതുമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ രണ്ടാമത്തെ നിയമസംഹിതയാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ നടപടിക്രമ നിയമം 1973 പകരമായി നിലവിൽ വന്ന നിയമമാണിത്. ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൻ്റെ അന്വേഷണം മുതൽ വിചാരണയും ശിക്ഷാവിധി നടപ്പിലാക്കലും വരെ നീതിയുക്തവും ചിട്ടയായതുമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മൂന്നാമതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരമായി നിലവിൽ വന്ന നിയമമാണിത്. കോടതി നടപടികളിൽ വിശ്വസനീയവും നിയമപരവുമായ തെളിവുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക, അതുവഴി വിചാരണയുടെ സുതാര്യതയും നീതിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ മൂന്നാമത്തെ നിയമസംഹിതയാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരമായി നിലവിൽ വന്ന നിയമമാണിത്. കോടതി നടപടികളിൽ വിശ്വസനീയവും നിയമപരവുമായ തെളിവുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക, അതുവഴി വിചാരണയുടെ സുതാര്യതയും നീതിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി 3 ന്യൂ ലീഗൽ കോഡ്സ് ദാറ്റ് ഹാവ് റീഫോംഡ് ഇന്ത്യാസ് ക്രിമിനൽ ലോസ്? എക്സ്പ്ലെയിൻ ദെയർ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റിലൂടെയാണ്. ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരു ബിൽ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നതോടെയാണ്. തുടർന്ന് ബില്ലിനെക്കുറിച്ച് വിശദമായ ചർച്ചകളും ആവശ്യമെങ്കിൽ ഭേദഗതികളും നടക്കുന്നു.
നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അത് ഇരു സഭകളും ഭൂരിപക്ഷത്തോടെ പാസാക്കണം. അവസാനമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബിൽ ഒരു നിയമമായി മാറുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ഒരു ചെറിയ ഖണ്ഡികയിൽ വിവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റിലൂടെയാണ്. ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരു ബിൽ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നതോടെയാണ്. തുടർന്ന് ബില്ലിനെക്കുറിച്ച് വിശദമായ ചർച്ചകളും ആവശ്യമെങ്കിൽ ഭേദഗതികളും നടക്കുന്നു. നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അത് ഇരു സഭകളും ഭൂരിപക്ഷത്തോടെ പാസാക്കണം. അവസാനമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബിൽ ഒരു നിയമമായി മാറുന്നു. 4ാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഹൗ ദി നിർഭയ ആൻഡ് കത്വ കേസസ് ഇൻഫ്ലുവൻസഡ് ലോ മേക്കിംഗ്. നിർഭയ കത്വ കേസുകൾ നിയമനിർമ്മാണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വിശദീകരിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറയുന്നത് നിർഭയ കേസ് എങ്ങനെയാണ് നിയമനിർമ്മാണത്തെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. 2012 ഡൽഹി കൂട്ടബലാത്സംഗത്തെ തുടർന്നുണ്ടായ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളാണ് ക്രിമിനൽ ലോ അമെൻഡ്മെൻറ്റ് ആക്ട് 2013 വഴിവെച്ചത്. ഈ നിയമം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ ഇന്ത്യൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആസിഡ് ആക്രമണം, ഒളിഞ്ഞുനോട്ടം, പിന്തുടരൽ തുടങ്ങിയവയെ പ്രത്യേക കുറ്റകൃത്യങ്ങളായി ഉൾപ്പെടുത്തുകയും ശിക്ഷകൾ കർശനമാക്കുകയും ചെയ്തു. ഈ പറയുന്നത് കത്വ കേസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 2018 ജമ്മു കാശ്മീരിലെ കത്വയിൽ 8 വയസ്സുകാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പക്ഷപാതരഹിതമായ ഒരു വിചാരണ ഉറപ്പാക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ കേസ് തുറന്നുകാട്ടി. ഇതിൻ്റെ ഫലമായി പ്രാദേശിക സ്വാധീനങ്ങൾ ഒഴിവാക്കി നീതി ഉറപ്പാക്കുന്നതിനായി സുപ്രീം കോടതി കേസിൻ്റെ വിചാരണ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതോടൊപ്പം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തിലും നിയമ സംവിധാനത്തിലും വ്യാപകമായ ചർച്ചകൾക്ക് ഈ കേസ് വഴിവെച്ചു. ഇതാണ് കത്വ കേസ് എങ്ങനെയാണ് നിയമനിർമ്മാണത്തിന് സ്വാധീനിച്ചത് എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. 2018 ജമ്മു കാശ്മീരിലെ കത്വയിൽ 8 വയസ്സുകാരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പക്ഷപാതരഹിതമായ ഒരു വിചാരണ ഉറപ്പാക്കേണ്ടത് അനിവാര്യത ഈ കേസ് തുറന്നുകാട്ടി. ഇതിൻ്റെ ഫലമായി പ്രാദേശിക സ്വാധീനങ്ങൾ ഒഴിവാക്കി നീതി ഉറപ്പാക്കുന്നതിനായി സുപ്രീം കോടതി കേസിൻ്റെ വിചാരണ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതോടൊപ്പം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തിൽ നിയമ സംവിധാനത്തിലും വ്യാപകമായ ചർച്ചകൾക്ക് ഈ കേസ് വഴിവെച്ചു. ഇതാണ് കത്വ കേസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് ദി അമേരിക്കൻ, ബ്രിട്ടീഷ്, ചൈനീസ്, ഫ്രഞ്ച് ആൻഡ് ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അമേരിക്കൻ, ബ്രിട്ടീഷ്, ചൈനീസ്, ഫ്രഞ്ച്, ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് അമേരിക്കൻ നിയമ സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. അമേരിക്കൻ നിയമ സംവിധാനത്തിൽ ഇരുപക്ഷവും വാദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിൽ തെളിവുകൾ നിരത്തി വാദിക്കുകയും നിഷ്പക്ഷനായ ന്യായാധിപൻ വിധി പറയുകയും ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്ത നിയമവ്യവസ്ഥകൾ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തടവു ശിക്ഷ നിരക്ക് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഒന്നും കൂടെ പറയാം. അമേരിക്കൻ നിയമ സംവിധാനത്തിൽ ഇരുപക്ഷവും വാദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിൽ തെളിവുകൾ നിരത്തി വാദിക്കുകയും നിഷ്പക്ഷനായ ന്യായാധിപൻ വിധി പറയുകയും ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്ത നിയമവ്യവസ്ഥകൾ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തടവു ശിക്ഷ നിരക്ക് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇതാണ് അമേരിക്കൻ നിയമ സംവിധാനം. ഇനി പറയാനായിട്ട് പോകുന്നത് ബ്രിട്ടീഷ് നിയമ സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷ് നിയമ സംവിധാനത്തിൽ പ്രധാനമായും ഇരുപക്ഷവും വാദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. എങ്കിലും അന്വേഷണ ഘട്ടത്തിൽ നിയമ സംവിധാനത്തിൻ്റെ കൂടുതൽ ഇടപെടലുകളുള്ള അന്വേഷണാത്മക രീതിയുടെ സ്വാധീനവും പ്രകടമാണ്. കുറ്റവാളികളുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകുന്നതും വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയതും ഈ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്.
ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് നിയമ സംവിധാനം. ബ്രിട്ടീഷ് നിയമ സംവിധാനത്തിൽ പ്രധാനമായും ഇരുപക്ഷവും വാദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. എങ്കിലും അന്വേഷണ ഘട്ടത്തിൽ നിയമ സംവിധാനത്തിൻ്റെ കൂടുതൽ ഇടപെടലുകളുള്ള അന്വേഷണാത്മക രീതിയുടെ സ്വാധീനവും പ്രകടമാണ്. കുറ്റവാളികളുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകുന്നതും വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയതും ഈ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് ചൈനീസ് നിയമ സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ചൈനീസ് നിയമ സംവിധാനത്തിൽ അന്വേഷണാത്മക രീതിയാണ് പിന്തുടരുന്നത്. സത്യം കണ്ടെത്താനായി ന്യായാധിപൻ തൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൽ സജീവമായി ഇടപെടുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഭരണകക്ഷിയുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം നിയമവ്യവസ്ഥയിൽ പ്രകടമാണ്. വ്യാപകമായ വധശിക്ഷ ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്നും കൂടെ പറയാം. ചൈനീസ് നിയമ സംവിധാനം. ചൈനീസ് നിയമ സംവിധാനത്തിൽ അന്വേഷണാത്മക രീതിയാണ് പിന്തുടരുന്നത്. സത്യം കണ്ടെത്താനായി ന്യായാധിപൻ തൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൽ സജീവമായി ഇടപെടുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഭരണകക്ഷിയുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം നിയമവ്യവസ്ഥയിൽ പ്രകടമാണ്. വ്യാപകമായ വധശിക്ഷ ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് നിയമ സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് നിയമ സംവിധാനത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണാത്മക രീതിയാണ് നിലവിലുള്ളത്. ന്യായാധിപൻ കേസ് കേൾക്കുക എന്നതിലുപരി സത്യം കണ്ടെത്താൻ അന്വേഷണ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒന്നും കൂടെ പറയാം. ഫ്രഞ്ച് നിയമ സംവിധാനത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണാത്മക രീതിയാണ് നിലവിലുള്ളത്. ന്യായാധിപൻ കേസ് കേൾക്കുക എന്നതിലുപരി സത്യം കണ്ടെത്താൻ അന്വേഷണ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി പറയാനായിട്ട് പോകുന്നത് ഇസ്ലാമിക നിയമ സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ഇസ്ലാമിക നിയമ സംവിധാനം ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുറ്റകൃത്യങ്ങളെ ഖുർആനിൽ കൃത്യമായ ശിക്ഷ നിർദ്ദേശിച്ചിട്ടുള്ള ഹുദൂദ് എന്നും ന്യായാധിപൻ്റെ വിവേചനാധികാരത്തിന് വിടുന്ന താസിർ എന്നും രണ്ടായി തരംതിരിക്കുന്നു. ശിക്ഷാ നടപടികൾക്കൊപ്പം തന്നെ ഇരയുടെ സമ്മതത്തോടെയുള്ള ഒത്തുതീർപ്പ് നീതിക്കും മാപ്പു നൽകുന്നതിനും പ്രാധാന്യം നൽകുന്നു എന്നത് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഒന്നും കൂടെ പറയാം. ഇസ്ലാമിക നിയമ സംവിധാനത്തെക്കുറിച്ച്. ഇസ്ലാമിക നിയമ സംവിധാനം ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുറ്റകൃത്യങ്ങളെ ഖുർആനിൽ കൃത്യമായി ശിക്ഷ നിർദ്ദേശിച്ചിട്ടുള്ള ഹുദൂദ് എന്നും ന്യായാധിപൻ്റെ വിവേചനാധികാരത്തിന് വിടുന്ന താസിർ എന്നും രണ്ടായി തരംതിരിക്കുന്നു. ശിക്ഷ നടപടികൾക്കൊപ്പം തന്നെ ഇരയുടെ സമ്മതത്തോടെയുള്ള ഒത്തുതീർപ്പ് നീതിക്കും മാപ്പു നൽകുന്നതിനും പ്രാധാന്യം നൽകുന്നു എന്നത് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 3 ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ ഇന്ത്യൻ പോലീസ് സിസ്റ്റം ഹിസ്റ്ററി സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യൻ പോലീസ് സംവിധാനം, ചരിത്രം, ഘടന, ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് എഴുതണം. അതേപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെയും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെയും അടിസ്ഥാനമാണ് പോലീസ് സംവിധാനം. ഇന്ത്യയുടെ പോലീസ് സംവിധാനത്തിന് പുരാതന കാലം മുതൽ ഇന്ന് വരെ നീളുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. ഈ ഉപന്യാസത്തിൽ ഇന്ത്യൻ പോലീസിൻ്റെ ചരിത്രം, ഘടന, ലക്ഷ്യങ്ങൾ എന്നിവ ലളിതമായി വിശദീകരിക്കുന്നു. ഈ കാര്യം ആദ്യം കൊടുക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെ. എന്നിട്ടൊരു ഹെഡിങ് കൊടുക്കുക, ചരിത്രപരമായ പരിണാമം. അതിൽ ഫസ്റ്റത്തേതാണ് പുരാതന കാലഘട്ടത്തിലെ പോലീസ് സംവിധാനം. പുരാതന കാലഘട്ടത്തിലെ പോലീസ് സംവിധാനത്തെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തേതാണ് ആര്യന്മാർക്ക് മുമ്പുള്ള ഘട്ടം, രണ്ടാമത്തേതാണ് വേദകാലഘട്ടം, മൂന്നാമത്തേതാണ് മൗര്യ സാമ്രാജ്യകാലം, നാലാമത്തേതാണ് ഗുപ്ത ഭരണകാലം, അഞ്ചാമത്തേതാണ് സംഘകാലം. ആര്യന്മാർക്ക് മുമ്പുള്ള ഘട്ടത്തിൽ
എങ്ങനെയായിരുന്നു പോലീസ് സംവിധാനം എന്ന് വെച്ചാൽ മോഹൻജൊദാരോയിലെ പുരാവസ്തു കണ്ടെത്തലുകൾ സിന്ധു നദി സംസ്കാരത്തിലെ ഒരു തരം കാവൽ സംവിധാനം നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം മോഹൻജൊദാരോയിലെ പുരാവസ്തു കണ്ടെത്തലുകൾ വഴി സിന്ധു നദി സംസ്കാരത്തിലെ ഒരു തരം കാവൽ സംവിധാനം നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആര്യന്മാർക്ക് മുമ്പുള്ള ഘട്ടത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ. അടുത്തതാണ് വേദ കാലഘട്ടം. ഋഗ്വേദത്തിലും അർദ്ധവേദത്തിലും പോലീസ് സംവിധാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തലവൻ ആയിരുന്നു ഗ്രാമത്തിലെ നിയമപാലകൻ. മൂന്നാമതാണ് മൗര്യ സാമ്രാജ്യകാലം. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചിട്ടയായ കുറ്റാന്വേഷണ രീതികളെയും ചാരപ്രവർത്തനങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു. നഗരാധ്യക്ഷൻ, ദുർഗപാൽ തുടങ്ങിയ ഉദ്യോഗസ്ഥർ നഗരങ്ങളിൽ നിയമപാലനം ഉറപ്പാക്കി. ഇതാണ് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ പോലീസ് നിയമ സംവിധാനം. അടുത്തതാണ് ഗുപ്ത ഭരണ കാലഘട്ടത്തിൽ ജില്ലാ ഉദ്യോഗസ്ഥൻ, പോലീസ് കമ്മീഷണർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നു. ഇതാണ് ഗുപ്ത ഭരണകാലത്തുണ്ടായിരുന്നത്. അഞ്ചാമത്തേതാണ് സംഘകാലം. ഇനി പറയുന്നത് സംഘകാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ളതാണ്. തിരുക്കുറൽ, ചിലപ്പതികാരം തുടങ്ങിയ കൃതികളിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കാവൽ സംവിധാനങ്ങളെയും രാത്രികാല പെട്രോളിങ്ങിനെയും കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതാണ് പുരാതന കാലഘട്ടത്തിലെ പോലീസ് സംവിധാനം. ഇനി പറയാനായിട്ട് പോകുന്നത് മുഗൾ കാലഘട്ടത്തിലെ പോലീസ് സംവിധാനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. മുഗൾ ഭരണകാലത്ത് നഗരങ്ങളിൽ പോലീസ് മേധാവി കൊത്വാൾ എന്നറിയപ്പെട്ടപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ തനാദാർ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ക്രമസമാധാന ചുമതല. മുഗൾ കാലഘട്ടത്തിലെ പോലീസ് സംവിധാനം എങ്ങനെയായിരുന്നു? മുഗൾ ഭരണകാലത്ത് നഗരങ്ങളിലെ പോലീസ് മേധാവി കൊത്വാൾ എന്നറിയപ്പെട്ടപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ തനാദർ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ക്രമസമാധാന ചുമതല. ഇനി പറയാനായിട്ട് പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ആധുനിക ഇന്ത്യൻ പോലീസിൻ്റെ അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കാര്യക്ഷമമായ ഒരു പോലീസ് സേനയെ ലക്ഷ്യമിട്ട് 1861 ഇന്ത്യൻ പോലീസ് ആക്ട് പാസാക്കി. ഇത് ഇന്ത്യയിലുടനീളം ഒരു ഏകീകൃത പോലീസ് ഘടനയ്ക്ക് രൂപം നൽകി. എന്നാൽ ഈ നിയമം ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. ഇനിയുള്ളതാണ് സ്വതന്ത്രാനന്തര കാലത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്രാനന്തരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം പോലീസ് ഒരു സംസ്ഥാന വിഷയമായി മാറി. CBI, CRPF പോലുള്ള കേന്ദ്ര സേനകൾ രൂപീകരിച്ചു. ഇതാണ് ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിൻ്റെ ചരിത്രപരമായ പരിണാമം. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി പറയാനായിട്ട് പോകുന്നതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. ഇനി പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ പോലീസിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അതായത് ഇന്ത്യൻ പോലീസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ പോലീസിന് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്ത ഘടനകളുണ്ട്. കേന്ദ്ര പോലീസ് സംഘടനകളിൽ CBI, CAPF എന്നിവ ഉൾപ്പെടുന്നു. സംസ്ഥാന പോലീസ് സേനയുടെ തലവൻ DGP ആണ്. അദ്ദേഹത്തിന് കീഴിൽ IG, DIG, SP, DYSP, SHO എന്നിങ്ങനെ വ്യക്തമായ ഒരു അധികാര ശ്രേണിയുണ്ട്. ഇതാണ് ഇന്ത്യൻ പോലീസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന. ഇനി പറയാനായിട്ട് പോകുന്നത് പോലീസ് സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങളും ചുമതലകളെ കുറിച്ചാണ് പറയുന്നത്. ക്രമസമാധാന പാലനം, കുറ്റകൃത്യങ്ങൾ തടയലും കണ്ടെത്തലും, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൽ, കുറ്റാന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുക, കുറ്റകൃത്യങ്ങൾക്കുള്ള അവസരം ഇല്ലാതാക്കുക. ഇതാണ് പോലീസ് സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങളും ചുമതലകളും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ എഴുതേണ്ടത്. ഇനി കൺക്ലൂഷനായിട്ട് എഴുതേണ്ടത് പുരാതന കാലം മുതൽ ഇന്ന് വരെ നീളുന്ന ഒരു വലിയ ചരിത്രം ഇന്ത്യൻ പോലീസിനുണ്ട്. വ്യക്തമായ ഘടനയും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും 1861 കാലഹരണപ്പെട്ട നിയമം ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു. ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. ഇതാണ് കൺക്ലൂഷനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 1ലും 2ലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. യൂണിറ്റ് 3ലിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബ്ലോക്ക് 3ലുള്ള എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.